നന്മയുടെ വനിതാ വിഭാഗം മഹിളാ ദിനാചരണം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. വനിതകളെ ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും നടന്നു. നന്മ സർഗ വനിതാ ഭാരവാഹികൾ നേതൃത്വം നൽകി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വനിതാ വിഭാഗം സാർവദേശീയ മഹിളാ ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സാംസ്കാരിക പ്രവർത്തക അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിയുന്ന സമയത്തും വളരെ വൈകിയായിട്ടാണ് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടായതെങ്കിലും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ നിയമം കരുത്തു പകരണം എന്നുള്ള രീതിയിൽ അതിന്റെ നടപ്പിലാക്കൽ സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊക്കെ ഓരോ തൊഴിലിടത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. തൊഴിലിടത്തെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കുന്ന നിയമം ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞത് 10 പേര് ജോലി ചെയ്യുന്ന ഏതൊരു സ്ഥലത്തായാലും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികൾ വേണമെന്നാണ് പറഞ്ഞത്. 10 സ്ത്രീകൾ വേണ്ട, 10 പേര് ജോലി ചെയ്യുന്ന അതിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ. സർഗവനിതാ ജില്ലാ പ്രസിഡന്റ് ഷേർലി പ്രമോദ് അധ്യക്ഷയായിരുന്നു. ഡോക്ടർ മിനി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സുശീല ഗോവിന്ദൻകുട്ടി, സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി, സംസ്ഥാന ട്രഷറർ അജിത നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗായിക പ്രേമ, എഴുത്തുകാരി മൃദുല മനോമോഹൻ എന്നിവരെ ആദരിച്ചു. വിവിധ അവാർഡുകൾ ലഭിച്ച സാബി തെക്കേപ്പുറം, ഷിയ ഏഞ്ചൽ, ലതാ നാരായണൻ തുടങ്ങിയവർക്ക് ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 1-ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ